ഇവിടുത്തെ ആദ്യത്തെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയാണ്. അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്ന പേപ്പർ ഉദയംപേരൂർ സുനകദോസ് കേരള നവോത്ഥാന ചരിത്രത്തിലേക്ക് തുറന്ന ആദ്യ വാതിൽ എന്നുള്ള പേപ്പറാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കേണ്ടത് ഉദയംപേരൂർ സുനകദോസ് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിലേക്ക് തുറന്ന ആദ്യത്തെ വാതിൽ എന്നുള്ള ഒരു വിഷയമാണ്. സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, പലരും കാണാതെ പോയത് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് സാക്ഷിയുടെ ശ്രമം എന്ന്. സാക്ഷിയുടെ സ്വഭാവം അതുതന്നെയാണ്. സഹ അക്ഷിയാണ് സാക്ഷി, കണ്ണുള്ളവനാണ് സാക്ഷി എന്നാണ്. കേൾക്കുന്നവനല്ല, കാണുന്നവൻ നിൽക്കട്ടെ, കേൾക്കുന്നവൻ പറയട്ടെ എന്നുള്ള സിദ്ധാന്തമല്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് പലതും കണ്ടവർ പറയാതിരിക്കുകയും കേട്ടവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു അസാധാരണ പ്രതിഭാസമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തെപ്പറ്റി, സാമൂഹിക നവോത്ഥാനത്തെപ്പറ്റി, കേരള ജനജീവിതത്തിൽ സംഭവിച്ച നവോത്ഥാനത്തെപ്പറ്റി സംസാരിക്കുന്നവരൊക്കെ വളരെ ചുരുക്കം പേരിലേക്ക് അതിൻ്റെ പിതൃത്വത്തെ ചുരുക്കിക്കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മാസം മുമ്പ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. തീരെ അപകടകരമല്ല എന്നറിയാതെയല്ല. പി.കെ. ഗോപാലകൃഷ്ണൻ എന്ന നമ്മുടെ ഒരു ചരിത്രകാരൻ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം, കേരള സംസ്കാരം എന്നൊരു ചരിത്ര ഗ്രന്ഥം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട്, അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ട് നാരായണ ഗുരുവിനെയാണ് അവതരിപ്പിച്ചത്. കുറേ കാലമായിട്ട് ഇവിടെ നാരായണ ഗുരുവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു നവോത്ഥാന ചർച്ചയാണ് നടന്നു പോരുന്നത്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയവും സാമുദായികവുമായ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടായികയല്ല. എന്ന് കരുതി ഗുരുവിൻ്റെ സംഭാവനകളെ നമ്മൾ ഒട്ടും ചെറുതായി കാണുവാനും പാടില്ല. പക്ഷേ ഗുരുവിന് മുമ്പും ഗുരുവിന് പിമ്പും നമ്മുടെ നവോത്ഥാനത്തിലേക്ക് മുതൽ കൂട്ടിയ എത്രയോ മഹാനുഭാവന്മാരുണ്ട് എന്നതാണ്. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പാലക്കുന്നത്ത് അബ്രാഹം മൽപ്പാൻ, മാർത്തോമാ സഭയുടെ സ്ഥാപകനായ പാലക്കുന്നത്ത് അബ്രാഹം മൽപ്പാൻ, പ്രാർത്ഥനാമുറികൾ തോറും പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം, ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം എന്ന് നിബന്ധന വെച്ച അബ്രാഹം മൽപ്പാൻ, ഇവർക്കൊക്കെ മുമ്പേ ആധുനിക കാലഘട്ടത്തിൽ നടന്നുപോയ ആളാണ്. അതിന് പിന്നാലെയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വന്നത്. അതിനും പിന്നാലെയാണ് വൈകുണ്ഠസ്വാമികൾ വന്നത്. അതിനു പിന്നാലെയാണ് ചട്ടമ്പി സ്വാമികൾ വന്നത്. അതിനു പിന്നാലെയാണ് സുഹൃത്തുക്കളെ നാരായണ ഗുരു വന്നത്. തൊട്ടു പിന്നാലെയാണ് അയ്യങ്കാളിയുടെ രംഗപ്രവേശം. ഒപ്പമുണ്ടായിരുന്നു വക്കം അബ്ദുൽ ഖാദർ, അതിപ്പുറത്ത് മന്നത്ത് പത്മനാഭൻ, വി.ടി. ഭട്ടതിരിപ്പാട്, ഇങ്ങനെ നീളുന്ന ഒരു പരമ്പരയുണ്ട്. ഇതൊക്കെ മറന്നു കളഞ്ഞിട്ട് ചിലർക്ക് മാത്രമായി പിതൃത്വങ്ങൾ ചാർത്തിക്കൊടുക്കുന്നത്, സത്യം പറഞ്ഞാൽ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ സത്യം മറച്ചു വയ്ക്കുകയാണ്. ആ സത്യം മറച്ചു വെച്ചാൽ അസത്യം സത്യമാകില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രതിഭാസമല്ല. ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു മന്ത്രം, ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണവർണ്ണമായ പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഉപനിഷത്ത് കവി പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ സൂര്യഭഗവാനെ, നീ അതൊന്ന് മാറ്റിത്തരയണമേ. എന്തിനാണ്? സത്യധർമായ ദൃഷ്ടയെ എന്നാണ്. സത്യവും ധർമ്മവും നോക്കിക്കാണുന്നതിനുള്ള കാഴ്ചശക്തി ലഭിക്കുന്നതിന് വേണ്ടി നീ ആ സത്യത്തെ മൂടി വച്ചിരിക്കുന്ന സ്വർണ്ണപാത്രം ഒന്ന് മാറ്റിക്കളയണമേ എന്നാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, സാക്ഷി തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പുനർവായന ആ സത്യത്തെ മൂടി വച്ചിരിക്കുന്ന സ്വർണ്ണപാത്രത്തെ മാറ്റിവെക്കാനും സത്യവും ധർമ്മവും കണ്ടറിയാനുള്ള ദൃഷ്ടി നമ്മുടെ ചിന്താശീലരായ പുതിയ ചെറുപ്പക്കാർക്ക്, പുതിയ സമൂഹത്തിന് സംഭാവന ചെയ്യാനുമുള്ള മഹത്തരമായ ഒരു സംരംഭമാണ്. ഇതൊരു ആമുഖമായി എടുത്താൽ മതി. എൻ്റെ വിഷയം അതിൽ നിന്ന് കുറെ കൂടി പിറകോട്ട് പോകണമല്ലോ എന്നതാണ്. അപ്പോൾ ഇവിടെ നവോത്ഥാനം ആധുനിക കാലഘട്ടത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞു പോരുന്ന
അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദാ നോക്കുക, 4 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കേരളീയ നവോത്ഥാനത്തിലേക്കൊരു വാതിൽ തുറന്നത് നിങ്ങൾ എന്തേ കാണാതെ പോയി എന്ന് ചോദിക്കേണ്ടി വരികയാണ് ഇപ്പോൾ. അത് 1599 ആ വർഷത്തെ ജൂൺ മാസം 20 മുതൽ 26 വരെയുള്ള 7 ദിവസം നമ്മുടെ കോട്ടയത്തു നിന്ന് അല്ലെങ്കിൽ വൈക്കത്തു നിന്ന് എറണാകുളത്തേക്ക് പോരുന്ന വഴിയിലുള്ള ഉദയംപേരൂർ എന്ന സ്ഥലത്തെ ആ ദേവാലയത്തിൽ വെച്ച്, സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച്, അതിനു മുമ്പേ ഓൾ സൈൻസ് ദേവാലയമായിരുന്നു, സൂനകദോസിൻ്റെ സംഘാടകനായ ഡോം മെനേസീസ് ആ ദേവാലയത്തിൻ്റെ പേര് സെയിൻറ്റ് മേരീസ് ചർച്ച് എന്ന് മാറ്റുകയുണ്ടായി എന്നാണ്. അതേതുമാവട്ടെ, എല്ലാവരും വിശുദ്ധരാണ്. അതുകൊണ്ട് വിശുദ്ധർ കുടികൊള്ളുന്നിടം വിശുദ്ധ സ്ഥലങ്ങളാണ്. ആ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം ഉണ്ടാകാതെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നതാണ്. അപ്പോൾ ആ ഉദയംപേരിൽ നടന്ന ഈ സൂനകദോസ്, അതിൻ്റെ ആദ്യത്തെ 6 ദിവസത്തെ കൂടി വിചാരങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു. അത് വിവാദ വിധേയമാണ്. കാരണം അത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പിന്തുടർന്നു പോന്ന ലിറ്റർജിയോടും സഭാവിജ്ഞാനപരമായ മറ്റു വസ്തുതകളോടുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്, അവയിൽ പരിവർത്തനം വരുത്തിയത്, അതിൻ്റെ പേരിൽ അമർഷമുണ്ടായത്, 54 വർഷങ്ങൾക്ക് ശേഷം കൂനൻകുരിശ് സത്യം ഉണ്ടാവാൻ ഇടയാക്കിയത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് കിടപ്പുണ്ട്. പക്ഷേ 7-ാം ദിവസത്തിലെ 2-ാം കൂടി വിചാരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകളുടെ അവസാന ഭാഗത്ത്. ആ ഭാഗം വാസ്തവത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ നവോത്ഥാനത്തിൻ്റെ മുന്നേ തുടക്കം കുറിക്കുന്ന ഒരു ഭാഗമാണ് എന്നതാണ്. നാളിതുവരെ ഇവിടെ ആരും പറയാതിരുന്ന വസ്തുതകൾ ആ ചെറുപ്പക്കാരനായ പോർട്ടുഗലിൽ നിന്നെത്തിയ അലക്സിസ് ഡോം മെനേസിസ് എന്ന് പറയുന്ന ആ മെത്രാപ്പൊലീത്ത, 39 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് അന്ന്. നോക്കണേ, വളരെ ചെറുപ്പക്കാരനായ ഒരാൾ. അദ്ദേഹം കേരള ജനജീവിതത്തെ വളരെ കൃത്യമായി പഠിച്ചു. അത്ഭുതം തോന്നും നമുക്കതെങ്ങനെ സാധിച്ചു എന്നാണ്. ഇവിടെ നിലവിലുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ തീർച്ചയായും നമ്മുടെ സമൂഹ ഗാത്രത്തിൽ നിന്ന് ചെത്തിമാറ്റേണ്ടിയിരിക്കുന്ന അഴുക്കുകളെ മുഴുവൻ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതാണ്. അത് മാറ്റിക്കളയാനുള്ള ഒരു സംരംഭമാക്കി അദ്ദേഹം ഈ സൂനകദോസിനെ പരിവർത്തിപ്പിക്കുകയും കൂടി ചെയ്തു എന്നതാണ്. വാസ്തവത്തിൽ ഈ സൂനകദോസിന് ഒന്നിലധികം മുഖങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അതിൻ്റെ സാമൂഹിക സാംസ്കാരിക പരിവർത്തനത്തിൻ്റെതാണ്. 2, അത് നമ്മുടെ ജനജീവിതത്തിൻ്റെ മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യാപാര സാമ്പത്തിക മേഖലകളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുടേതാണ്. 3-ാമത്തേത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ആ സൂനകദോസ് കൊണ്ടുവന്ന പരിവർത്തനങ്ങളുടെ കഥയാണ്. 4-ാമത്തേത് നമ്മുടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും തലങ്ങളിൽ ഈ സൂനകദോസ് വരുത്തിയ, ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരിക്കുന്ന വിപ്ലവകരമായ ചില മാറ്റങ്ങളുടേതാണ്. അപ്പോൾ കേരള സമൂഹത്തെ, ജനജീവിതത്തെ ഏതാണ്ട് അടിമുടി മാറ്റുന്നത് ഈ പറയുന്ന അവസാന ഭാഗത്തുണ്ടല്ലോ, ക്രൈസ്തവ സമൂഹം എന്ന പരാമർശമേ ഇല്ല എന്നതാണ്. കേരള ജനതയോടാണ് അദ്ദേഹം പൊതുവെ സംസാരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേകിച്ച് സംസാരിക്കുന്നു. അവിടെ പങ്കെടുക്കുന്നത് ക്രൈസ്തവരാണ്. പക്ഷേ കേരള ജനതയോട് പൊതുവെയാണ് സംസാരിക്കുന്നതെന്നാണ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഒരു കാനോനയിലും ഇവിടെ നടത്തേണ്ട മിഷൻ പ്രവർത്തനത്തെപ്പറ്റി അല്ലെങ്കിൽ മതപരിവർത്തനത്തെപ്പറ്റി ഒരു പരാമർശം പോലുമില്ല എന്നാണ്. നിങ്ങൾ ഈ കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി മാറ്റണം എന്ന് മെനേസിസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ വസ്തുത കൂടി ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്ന് കരുതി അതൊരു സെക്യുലർ സംരംഭമായിരുന്നു എന്നൊന്നും നമ്മൾ വാദിക്കുന്നില്ല. അതിൻ്റെ വേരുകൾ മതപരമാണ്. പക്ഷേ അതിൽ വിരിഞ്ഞ ഇലകളും പൂക്കളും പൊതുജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ, അപ്പോൾ ഈ മെനേസിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയേണ്ട രസകരമല്ല, വാസ്തവത്തിൽ വിസ്മയകരമായ ഒരു കാര്യമാണ്. 1595 അദ്ദേഹം ഗോവയുടെ മെത്രാപ്പൊലീത്തയായിട്ട് വന്നു, ഗോവ രൂപതയുടെ. പോർച്ചുഗലിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ വ്യൂഹത്തിൽ ആകെ 550 യാത്രക്കാരുണ്ടായിരുന്നു.
പക്ഷെ ഗോവയിൽ കപ്പലിറങ്ങിയത് അതിൽ 5 പേർ മാത്രമാണ്. 545 പേരെയും സമുദ്രം വിഴുങ്ങിക്കളഞ്ഞിരുന്നു എന്നോർക്കണം. എന്തോ ഒരു സാഹസികമായ യാത്രയായിരുന്നു സുഹൃത്തുക്കൾ എന്നാണ്. അദ്ദേഹത്തിനൊരു സഹായമെത്രാനെ നിയമിച്ചിരുന്നു. ആ സഹായമെത്രാനെ ഉൾപ്പെടെ സമുദ്രം വിഴുങ്ങി. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒക്കെ വിഴുങ്ങിക്കളഞ്ഞു എന്നതാണ്. ഒരു ദൈവപരിപാലന എന്ന് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെയും 4 പേരെയും മാത്രം ജീവനോടെ ഇവിടെ ഈ കരയ്ക്കിറങ്ങാൻ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. അവർക്കും അക്കൂട്ടത്തിൽ പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സാധ്യതകളും ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിക്കുന്നതിനായിരുന്നു ഉണ്ടായിരുന്നത് എന്നിരിക്കെ ദൈവം അവരോട് പറഞ്ഞു, പോകാൻ വരട്ടെ, നീ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കയറുക എന്നാണ്. അപ്പോൾ ഈ മെനേസിസെ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച സൂനകദോസ്, ഞാൻ മെനേസിസിനെ സ്തുതിക്കാനല്ല, പോർട്ടുഗീസുകാരെ സ്തുതിക്കാനല്ല, അതിനൊന്നുമല്ല വന്നിരിക്കുന്നത്. ഐ കെയിം ടു ബെറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം എന്ന് പറഞ്ഞ പോലെ മാർക്ക് ആൻ്റണിയുടെ വാക്യമാണ് കടമെടുക്കുന്നത്. എന്ന് കരുതി ആരെയും ബെറി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും ആരെയും പ്രശംസിക്കാനല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വസ്തുതകൾ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്താണ് ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പ്രഖ്യാപനം എന്ന് ചോദിച്ചാൽ, ആ സൂനകദോസിൻ്റെ കാനോനുകളിൽ 7-ാം ദിവസത്തെ 2ാമത്തെ കൂടിവിചാരത്തിലെ 2ാം കാനോനയിൽ പറയുന്നൊരു വാക്യമുണ്ട്. അതിതാണ്, തമ്പുരാൻ്റെ തിരുമുമ്പിൽ നല്ല കൊലം എന്നും തണ്ണിയ കൊലം എന്നും അച്ഛനും ചെക്കനും എന്നും എളിയവനും പെരിയവനും എന്നും ഇല്ല. നല്ല കൊലമെന്നും തണ്ണിയ കൊലമെന്നുമില്ല, അച്ഛനും ചെക്കനും എന്നില്ല, എളിയവനും പെരിയവനും എന്നില്ല. പിന്നീട് അദ്ദേഹം പറയും, കീഴംശമെന്നും മേലംശമെന്നുമില്ല, കീഴ്ജാതി എന്നും മേൽജാതി എന്നുമില്ല. എന്തെന്ന് ചോദിച്ചാൽ, തമ്പുരാൻ്റെ തിരുമുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് സാർവലൗകിക സമത്വത്തിൻ്റെ, സാർവമാനവ സാഹോദര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. കേരള ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു സമത്വ പ്രഖ്യാപനം, ക്രൈസ്തവ ദർശനത്തിൻ്റെ കാതലായ ഈ സമത്വ പ്രഖ്യാപനം വേറൊരു തലത്തിൽ നിന്നും ആരും അതിനു മുമ്പ് കേട്ടിട്ട് പോലുമില്ല എന്നതാണ്. എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് സമ്മതിച്ചു കൊടുക്കുമായിരുന്നത്? ഒരു കൂട്ടർ ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് ജനിക്കുന്നു, വേറൊരു കൂട്ടർ ബ്രഹ്മാവിൻ്റെ വക്ഷസിൽ നിന്ന് ജനിക്കുന്നു, വേറൊരു കൂട്ടർ ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്ന് ജനിക്കുന്നു, 4ാമതൊരു കൂട്ടർ ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ നിന്ന് ജനിക്കുന്നു എന്നിങ്ങനെ ചതുർജാതി സിദ്ധാന്തത്തെ ഇവിടെ ആവിഷ്കരിക്കുകയുണ്ടായല്ലോ. അങ്ങനെയൊക്കെയാണ് സാധാരണ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആ ഭൂരിപക്ഷ ജനതയോട്, അങ്ങനെയുള്ള വിശ്വാസം പുലർത്തിയിരുന്ന ഭൂരിപക്ഷ ജനതയോടാണ് ഉദയംപേരൂർ സൂനകദോസ് പറയുന്നത്, എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നതാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നാണ്. പലർക്കും സ്വർഗത്തിൽ പോകാൻ അവകാശമില്ല എന്ന് പറഞ്ഞിരുന്നവർ, തമ്പുരാൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കാൻ അനുവാദമില്ലാതിരുന്നവർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് എല്ലാവരും തുല്യരാണ് എന്നുള്ള ഈ മഹത്തരമായ സന്ദേശം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് എന്നാണ്. ഈ മാനവ സമത്വത്തിൻ്റെയൊക്കെ ആ ആശയം ഉൾക്കൊണ്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി തീർന്ന രാജാറാം മോഹൻ റോയ് ഉണ്ടല്ലോ, അദ്ദേഹം ജനിക്കുന്നത് 1772 ഉദയംപേരൂർ സൂനകദോസ് നടന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഈ മുംബൈ പറക്കുന്ന പക്ഷി എന്ന് മനോഹരമായ ഒരു ഇമേജ് ഉണ്ട് മലയാളത്തിലെ ഒരു നോവലിൻ്റെ ശീർഷകമായിട്ടാണ്. ആ മുംബൈ പറന്ന പക്ഷിയാണ് ഉദയംപേരൂർ സൂനകദോസ് എന്നതാണ്. അദ്ദേഹം അതിനുശേഷം എന്തൊക്കെയാണ് നമ്മുടെ ഈ സമൂഹ ഗാത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത്? വാസ്തവത്തിൽ ഉദയംപേരൂർ സൂനകദോസ് വിഭാവന ചെയ്തത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്, ഒരു വികസിത സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവിധ പ്രാകൃത അംശങ്ങളെയും നീക്കിക്കളയുന്ന ആ കരിങ്കല്ലിൽ നിന്ന് കൃഷ്ണനല്ലാത്തതൊക്കെ ചെത്തിക്കളഞ്ഞപ്പോൾ കൃഷ്ണവിഗ്രഹം ഉണ്ടായി എന്ന് ശില്പി പറഞ്ഞ ആ ഒരു തത്വമുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ ഈ ആധുനിക കേരള സമൂഹം എന്ന് പറയുന്ന കൃഷ്ണവിഗ്രഹത്തെ കരിങ്കല്ലിൽ നിന്ന് ചെത്തിയെടുത്തപ്പോൾ അദ്ദേഹം കൃഷ്ണനല്ലാത്തതൊക്കെ അതിൽ നിന്ന് ചെത്തിക്കളയുകയാണ് ചെയ്തത്.
അതൊക്കെ ചെത്തിക്കളഞ്ഞപ്പോഴാണ് ഇന്ത്യൻ നവോത്ഥാനം ഉണ്ടായത്. സൂനകദോസ് എന്തൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുവോ അതൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് നവോത്ഥാനം ഉണ്ടായത്. ഒരു സംസ്കൃത സമൂഹം ഇവിടെ ഉണ്ടായത്, ഒരു പരിഷ്കൃത ജനത ഇവിടെ ഉണ്ടായത്. വികസനത്തിൻ്റെ കേരള മോഡൽ എന്ന് പറയുന്നത് ബീജാവാപം ചെയ്യപ്പെട്ടത്, ഇന്ത്യൻ ദേശീയ നവോത്ഥാനം രൂപം കൊള്ളുന്നത്. ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്നത് ഈ വസ്തുതകളാണ്. അദ്ദേഹം എഴുതുന്നു, സൂനകദോസ് പറയുന്നു, തീണ്ടലും തീണ്ടിയാൽ കുളിക്കുന്നതും അനാചാരമാണ്, അത് ഒഴിവാക്കണം. ഇന്നത് എവിടെയെങ്കിലും ഉണ്ടോ? വീണ്ടും അദ്ദേഹം പറയുന്നു, കുളവും കിണറും കമ്മാളർ തൊട്ട് അശുദ്ധമാക്കിയാൽ ശുദ്ധീകരിക്കാൻ കർമ്മങ്ങൾ ചെയ്യുന്നവരെ പള്ളിക്ക് പുറത്താക്കണം എന്നാണ് ക്രൈസ്തവരോട് പറഞ്ഞത്. ക്രൈസ്തവരും അതൊക്കെ തുടർന്നിരുന്നു. ഈ മെനേസീസിൻ്റെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഒരു പോർട്ടുഗീസ് ഗ്രന്ഥമുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് ഇംഗ്ലീഷിൽ ലഭ്യമാണ്. ജോർനാഡോ എന്ന് പറയുന്ന അന്റോണിയോ ഗുവയ എന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയായി, ഇദ്ദേഹം പറഞ്ഞത് കേട്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ്. പക്ഷേ അതൊരു തത്സമയ ചരിത്ര രചനയാണ്. മെനേസീസ് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് മുഴുവൻ അതിനകത്തുണ്ട്. അത് വായിച്ചാൽ നമുക്കറിയാൻ കഴിയും. അതിലെ ഒരു അധ്യായം കേരളത്തിലെ സാമൂഹിക ജീവിതത്തെ പറ്റിയാണ്. ആ സാമൂഹിക ജീവിതത്തിൽ ഇവിടെ ക്രൈസ്തവ സമൂഹം എങ്ങനെ ഒരു നിമ്നജനതയായി, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത സമൂഹമായി പ്രാദേശിക സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രാദേശിക സമൂഹം എന്തൊക്കെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വച്ചു പുലർത്തിയോ അതങ്ങനെയാണ്. ഒരു പ്രാകൃത സമൂഹത്തിലെ വിശ്വാസങ്ങളല്ല അന്ധവിശ്വാസങ്ങളാണ് കൂടുതലുള്ളത്. സദാചാരങ്ങളല്ല അനാചാരങ്ങളാണ് കൂടുതലുള്ളത്. അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്. അതൊക്കെയാണ് നീക്കിക്കളയാൻ പറഞ്ഞത്. പിന്നെ തുള്ളിക്കലും പാടിക്കലും കോഴിയറുത്ത് ബലി കൊടുക്കലും പാടില്ല. ഇന്നുണ്ടോ എവിടെയെങ്കിലും? എന്തെങ്കിലും ആളുകൾ കണ്ണേറുണ്ടായ കണ്ണുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം, കണ്ണേറ്, നാക്ക് കൊണ്ടുണ്ടാകുന്ന വല്ലതും പറഞ്ഞു പോയെന്നാൽ നാക്ക് പറ്റുന്നു പറയല്ലേ, അങ്ങനെ നാക്ക് പറ്റുന്നു പറയുന്ന നാവേറെ. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് പുള്ളോന്മാരെ കൊണ്ടൊക്കെ വീട്ടുമുറ്റത്തൂടെ തുള്ളിക്കലുകളും പാടിക്കലുകളും ഒക്കെ നടത്തുമായിരുന്നു. കോഴിയറുത്ത് ബലി കൊടുക്കുമായിരുന്നു ദേവപ്രീതിക്ക് വേണ്ടി. അതൊക്കെ അന്നത്തെ ക്രൈസ്തവരും ചെയ്തിരുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ എന്നാണ്. ആ ചെത്തിക്കളയപ്പെട്ട ആ അംശങ്ങളുണ്ടല്ലോ, കൃഷ്ണനല്ലാത്ത അംശങ്ങൾ, അതിൽ വരുന്നു ഇതല്ല എന്നതാണ്. യന്ത്രം എഴുതിക്കെട്ടൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പാടില്ല എന്നതാണ്. ഭൂതപ്രേത പിശാചുകളുടെ ബാധയുണ്ടായാൽ അതിനെ ഒഴിവാക്കാൻ മനുഷ്യൻ്റെ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും യന്ത്രങ്ങൾ എഴുതിക്കെട്ടുന്ന രീതി ഉണ്ടായിരുന്നു. എന്തോ മന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ജപിച്ചു വെച്ചിട്ടാണ്. ആർക്കും അറിയാൻ വയ്യാത്ത ഭാഷയിലായതുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ സമൂഹത്തെ കബളിപ്പിക്കുക സാധ്യമായിരുന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇന്നാരെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ? വാണിജ്യരംഗത്തെ അമിത പലിശ പാടില്ല, 12% വരെ ആകാം. അതിൽ കൂടുതൽ വാങ്ങുന്നവരെ വൈദികർ ഉപദേശിക്കണം, നിങ്ങൾ കൂടുതൽ വാങ്ങരുത്. അതനുസരിക്കാത്തവരെ മഹറം ചൊല്ലിയേക്കാനാണ് പറഞ്ഞത്. യാതൊരു ദയയുമില്ല, നിർദ്ദയമായ ശിക്ഷാവിധിയാണ്. കുറ്റം തെളിയിക്കാൻ തിളച്ച എണ്ണയിൽ കൈമുക്കുക, ചുട്ടുപഴുത്ത ഇരുമ്പ് പിടിപ്പിക്കുക, ചീങ്കണ്ണികളും മുതലുകളുമുള്ള ആറ്റിൽ നീന്തിക്കുക. ഇതൊക്കെ നമ്മുടെ പ്രാകൃതമായ കുറ്റ തെളിയിക്കൽ കർമ്മങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. രാജഭരണകാലത്തൊക്കെ നടന്നിരുന്നതാണ്. സൂനകദോസ് പറയുന്നു അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഇത് തമ്പുരാനെ പരീക്ഷിക്കലാണ്. അപ്പോൾ പഴുത്ത ഇരുമ്പ് പിടിച്ചാൽ കൈ പൊള്ളരുത്. ആര് പറഞ്ഞു കൈ പൊള്ളില്ലെന്ന്? തിളച്ച എണ്ണയിൽ കൈമുക്കിയാൽ കൈ പൊള്ളരുത്. ശുദ്ധാസംബന്ധമല്ലേ? ഏത് വിദ്യ കൊണ്ടാണ് കൈ പൊള്ളിക്കാതെ സൂക്ഷിക്കുക? അങ്ങനെ എന്തെങ്കിലും വിദ്യയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും പാടില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെയ്തിട്ട് ഇവൻ കുറ്റവാളിയാണ് അല്ലയോ എന്ന് ദൈവമേ അങ്ങ് തെളിയിച്ചു തരണമെന്നാണ്. ദൈവത്തെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്, ഇവരുടെ കുറ്റം തെളിയിച്ചു തരണം. അതുകൊണ്ട് അത് പാടില്ല എന്ന് വിധിച്ചിരിക്കുന്നു. ഇന്നില്ലല്ലോ എങ്ങും. ആണുങ്ങൾ കാതുകുത്തരുത്, കുടുമ വയ്ക്കരുത്, കാതിൽ പൊന്നിടരുത്. അത് ചെയ്യുന്നവർ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരെ പള്ളിക്ക് പുറത്താക്കിക്കണം. ഇതെവിടെയെങ്കിലും ഉണ്ടോ ഇന്ന്? വാങ്ങാനും വിൽക്കാനും 2 തരം അളവും തൂക്കവും പാടില്ല. നോക്കണം, എന്തോ ഒരു നീതിമുറയാണ് ഉപദേശിക്കുന്നത്.
ആരും അതിനു മുമ്പ് പറഞ്ഞിരുന്നില്ല എന്നല്ലേ അതിനർത്ഥം. ഇവിടെ നിലവിലുണ്ടായിരുന്നു. വാങ്ങാനും വിൽക്കാനും 2 തരവും അളവും തൂക്കവും പാടില്ല. കച്ചവടക്കാരുടെ കാപട്യങ്ങളിലൊന്നാണല്ലോ. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു തൂക്കം, അങ്ങോട്ട് കൊടുക്കുമ്പോൾ വേറൊരു തൂക്കം. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളവ് വേറെ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവ് വേറെ എന്നതാണ്. പിന്നെ പുലകുളിയും ബന്ധുക്കളുടെ ശുദ്ധിക്കുളിയും ഒഴിവാക്കണം, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പുളികുടി കല്യാണവും തീണ്ടാർന്ന കുളിയും, അതായത് തീണ്ടാരിക്കുളി അനാവശ്യമാണ്. ആരും ഇവിടെ പുലർത്തുന്നില്ലോ ഇന്ന്. പുടവ മുറിക്കുമ്പോൾ ഒരു നൂല് വിലങ്ങത്തിൽ വരുന്നത് നന്നെന്ന വിശ്വാസം പാടില്ല, അണത് അന്ധവിശ്വാസമാണ്. നെല്ലളക്കുമ്പോൾ 2 മണി നെല്ല് തിരിച്ചിടുന്നത് ശരിയല്ല. നെല്ലളന്ന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഐശ്വര്യം കൂടി പോകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് അതിനകത്തുനിന്ന് 2 നെല്ല് തിരിച്ച് ഇങ്ങോട്ട് എടുത്തിടും. അപ്പം അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ഐശ്വര്യ ലക്ഷ്മിയെ ആ 2 നെല്ല് കൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് ഇവിടെ നിർത്താം എന്നാണ്. ഈ വേലയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടോ അങ്ങനത്തെ പണി വല്ലതും? പിതാവിൻ്റെ കടവും ധനവും ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായി നൽകണം. ആണുങ്ങൾ തന്നെ എടുക്കരുത്, പെങ്ങന്മാർക്ക് കൂടി കൊടുക്കണം. വല്ല സംശയമുണ്ടോ? ഇതന്ന് സൂനകദോസ് ഇവിടെ പറയേണ്ടി വന്നു. മോശ പറഞ്ഞതാണ് പണ്ട്, പക്ഷേ അതൊന്നും ആരും പാലിച്ചില്ല ഇവിടെ എന്നാണ്. സൂനകദോസ് ഒന്നുകൂടെ പറഞ്ഞു ഇത് പറ്റില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു കാര്യമാണ്. അതിന് പിന്നെ ഒരു മേരി റോയി കേസ് കൊടുത്ത് സുപ്രീം കോടതി വരെയൊക്കെ പോകേണ്ടി വന്നു. ഇപ്പം ഏതാണ്ട് തുല്യമാണ്. ഇപ്പം പെൺകുട്ടികൾക്കും ബോധ്യം വന്നു ഇതിൻ്റെ ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്. അത് ധനം മാത്രം കൊടുക്കാനല്ല സോനോസ് പറഞ്ഞത്, കടവും കൂടി പെൺകുട്ടികൾക്ക് കൂടി കൊടുക്കണം, എല്ലാം തുല്യമായിരിക്കണം എന്നാണ്. അപ്പോൾ ആ തുല്യത എല്ലാ മേഖലകളിലും ഉണ്ടാകണം എന്നതാണ്. നമ്മുടെ വിവാഹ ജീവിതത്തെപ്പറ്റി ഈ 7ാമത്തെ ദിവസത്തെ വിചിന്തനങ്ങളിൽ വരുന്ന വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ചില കാര്യങ്ങൾ എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു സ്ത്രീയും, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും മാത്രമേ പാടുള്ളൂ. എന്നിട്ടും സമ്മതിക്കുന്നല്ല ചില ആളുകൾ, അതിൽ കൂടുതലാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ആജീവനാന്ത ബന്ധമായിരിക്കണം എന്നാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും, ഒരു പുരുഷനെ ഒരു സ്ത്രീയും എന്നതാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് വൈദികർ പോലും 1-ലധികം വിവാഹം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഏതായാലും കെട്ടിപ്പോയില്ലേ, ആ ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച് ഒരെണ്ണത്തെ ആദ്യം കെട്ടിയതിനെ നിലനിർത്തെ, ബാക്കിയൊക്കെ കളയാൻ പറഞ്ഞു. അപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീയുടെ കാര്യം എന്തേ സൂനകദോസ് ആലോചിച്ചില്ല? അവർക്ക് എന്തെങ്കിലും ജീവനാംശം കൊടുക്കണം എന്നൊന്നും സൂനകദോസ് പറഞ്ഞില്ല. അന്ന് അങ്ങനെ ഒരു സങ്കല്പന ഉണ്ടായിരുന്നില്ല എന്ന് കരുതിയേക്കുക. അപ്പോൾ ഇവിടെ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു ദാർഢ്യത്തിലേക്ക് ഞാനത് പലപ്പോഴും സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അത് വളരെ മഹത്തരമായൊരു സംസ്കാരമാണ്, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ ഇന്ത്യൻ സംസ്കാരം നിലവിലിരുന്ന ഇന്ത്യയിലെ ജനജീവിതം, ആ ജനജീവിതത്തിലെ വലിയൊരു അപാകതയായിരുന്നു ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലെ ശൈഥില്യം എന്ന് പറയുന്നത്. ശിഥിലമായ കുടുംബ ബന്ധം, മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കുക, ആ മക്കളുടെ വളർത്തലിൽ കരുതലുള്ളവരായിരിക്കുക, ആ മക്കൾ വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന ആജീവനാന്ത ബന്ധമായിരിക്കുക. സോനോസ് അത് എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബ ബന്ധം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് സമീപകാലം വരെ എന്ന് പറയുന്നില്ല, ക്രൈസ്തവ ദർശനം ഇന്ത്യൻ ജനജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് വരെ ഇന്ത്യൻ ജനതയ്ക്ക് അന്യമായിരുന്നു. ആ സ്വാധീനം ചെല്ലാത്ത മേഖലകളിൽ ഇന്നും അതേ വൈകൃതങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ ദർശനമാണ് ഈ മഹത്തരമായ ഒരു ജീവിത സാഹചര്യം ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതിവിടെ പിന്നെ ഞാൻ പറയാനുണ്ട്, നമ്മുടെ ഇന്ത്യൻ സംസ്കാരം മഹത്തരമാണ്. അത് പക്ഷേ ക്രൈസ്തവ ദർശനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ക്രൈസ്തവ ദർശനം ഭാരതീയ ദർശനവുമായി കൂടിച്ചേർന്നപ്പോൾ പാലിൽ പഞ്ചസാര ചേർന്നതുപോലെ അതൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായി മാറി എന്നതാണ്. അതാണ് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. നമ്മൾ അതിൻ്റെ പേരിൽ വലിയ മേനി നടിക്കലൊന്നും വേണ്ട. അത് സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ച ഒരു സാംസ്കാരിക സംക്രമണമാണ്. അല്ല നമ്മൾ കൃത്യമായി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇഞ്ചെക്റ്റ് ചെയ്തതാണ് എന്നൊന്നും പറയണ്ട. അതങ്ങനെയാണ് ജനജീവിതത്തിൽ അങ്ങനെ ഈ നല്ല വസ്തുതകൾ ആരും അറിയാതെ അങ്ങ് സ്വീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നതാണ്. ഇപ്പോൾ പോർട്ടുഗീസുകാർ വന്നപ്പോൾ കേരളീയ
ക്രൈസ്തവ സമൂഹത്തെ നന്നായി വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. ആ നന്നായി വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചത് ആ കേരളീയ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇവിടെയുള്ള അക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് കൂടി അങ്ങ് പടർന്ന് പോയി. അത് മനഃപൂർവ്വം അങ്ങ് ചെയ്യും. ഇത് നല്ലതാണല്ലോ എന്ന് കണ്ടിട്ടേ സ്വീകരിക്കുന്നു. അപ്പോൾ 1822 മുതൽ 1859 വരെ നമ്മുടെ തെക്കൻ കേരളത്തിൽ അരങ്ങേറിയ ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് കലാപം എന്ന് പറയുന്ന ആ ഒരു ഒരു വിപ്ലവം നമ്മുടെ LMS മിഷണറിമാരിൽ നിന്ന് അവിടുത്തെ ചാന്നാർ സമൂഹം ആർജിച്ച സ്വത്വബോധത്തിൻ്റെയും സ്വാതന്ത്ര്യബോധത്തിൻ്റെയും വെളിപ്പെടലായിരുന്നു ആ കലഹം. അത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പരിചയപ്പെടുത്തിയ വസ്ത്രധാരണം ചാന്നാർ സ്ത്രീകളും കൂടി സ്വീകരിക്കാൻ തയ്യാറായതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കലാപമായിരുന്നു. പക്ഷേ അന്ന് റെസിഡൻ്റ് ഭരണം ഉണ്ടായിരുന്നത് കൊണ്ട് തിരുവിതാംകൂർ ഭരണകൂടത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ വന്നു. അതുകൊണ്ട് 1859 എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇത് നമ്മൾ മനഃപൂർവ്വം പറയാതെ തന്നെ മറ്റ് സമൂഹങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്പൂതിരി സമുദായത്തിൽ പോലും ഉണ്ടായിരുന്ന വസ്ത്രധാരണം ഏക വസ്ത്രധാരികളായിരുന്നു. സ്ത്രീകൾക്ക് മേൽമുണ്ടുണ്ടായിരുന്നില്ല, നമ്പൂതിരി സ്ത്രീകൾക്കും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ മാറുമറയ്ക്കുന്ന ഒരു സാഹചര്യം മന്നത്ത് പത്മനാഭൻ്റെ കാലം വരെയും ഉണ്ടായിരുന്നില്ല എന്നുകൂടെ ഓർക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന നായർ സ്ത്രീകളെ മൂടിയിരുന്ന വസ്ത്രം മാറ്റിയിട്ട് വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. മന്നത്ത് പത്മനാഭൻ ചോദിക്കുന്നുണ്ട്, ഏത് ദേവനാടാ ഇത്രയ്ക്ക് ഒരു കാമാതുരനായി ഇവിടെ ഇരിക്കുന്നത്? എങ്കിൽ ആ ദേവനെ ആദ്യം എടുത്ത് കളയണം എന്നാണ് നമ്മളല്ല പറഞ്ഞു, മന്നത്ത് പത്മനാഭനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. വടക്കൻ മലബാറിലെ ഒരു ക്ഷേത്രത്തിലെ കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഒരു രീതി ഇവിടെ പരിചയപ്പെടുത്തിയത് കളസം തുടങ്ങിയ വാക്കുകൾ പോലും വന്നത് പോർട്ടുഗീസ് ഭാഷയിൽ നിന്നാണ്. വാസ്കോഡി ഗാമ സാമൂതിരി രാജാവിനെ കാണാൻ ചെന്നപ്പോൾ സാമൂതിരി രാജാവ് അദ്ദേഹത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്ന കട്ടിലിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് ഒരൊറ്റമുണ്ട് മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു. പിന്നെ കഴുത്തിൽ കുറേ മാലകളുണ്ടായിരുന്നു, കയ്യിൽ കുറേ വളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു സാമൂതിരിയുടെ വസ്ത്രധാരണം. അപ്പോൾ ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. ഈ PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും അതിനകത്ത് കൊച്ചി രാജവംശത്തിൻ്റെ കൊച്ചിയിൽ നിന്നുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ പടയാളികളൊക്കെ കൗവീനധാരികൾ മാത്രമാണ്. അവരാണ് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് അന്നത്തെ വസ്ത്രധാരണത്തിൻ്റെ രീതി എന്ന് ഓർത്താൽ മതി. അവിടെ നിന്ന് മാന്യമായി വസ്ത്രം ധരിപ്പിച്ചത് പോർട്ടുഗീസുകാരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലർ തർക്കിക്കാൻ വരും. അപ്പോൾ തർക്കിക്കാൻ വരുന്നവരോട് ഷഠനോട് ശാഠ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിശബ്ദരാവുക എന്നേ നിർവാഹമുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഈ വിവാഹപ്രായം, അതാണ് വേറൊരു കാര്യം. വിവാഹപ്രായം അതുവരെ ഇവിടെ ആരും നിശ്ചയിച്ചിരുന്നില്ല. ശൈശവ വിവാഹമാണ് ധാരാളമായി നടന്നിരുന്നത്. മഹാത്മാഗാന്ധിയെ പഠിക്കുമ്പോൾ പോലും ആ ശൈശവ വിവാഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലും കടന്ന് ആക്രമിച്ചത് എങ്ങനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും സമീപസ്ഥ കാലഘട്ടം വരെ. പക്ഷേ 1599 സൂനകദോസ് പറഞ്ഞു, ആൺകുട്ടികൾക്ക് 14 വയസ്സും പെൺകുട്ടികൾക്ക് 12 വയസ്സും തികഞ്ഞിരിക്കണം എന്നതാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ കുറഞ്ഞ വിവാഹപ്രായം നിശ്ചയിച്ചത് ഉദയംപേരൂർ സൂനകദോസാണ് സുഹൃത്തുക്കളെ. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നത് വരെയും അത് തെളിയിക്കപ്പെടുന്നത് വരെയും എൻ്റെ ഈ വിശ്വാസം ഉറച്ചു തന്നെ നിൽക്കും എന്നതാണ്. അവിടെ നിന്നാണ് പിന്നെ പ്രായം കൂടി ശാസ്ത്രമൊക്കെ വികസിച്ചു, ശരീരശാസ്ത്ര പഠനങ്ങൾ വികസിച്ചു, ശരീരത്തിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളും സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായി. അപ്പോൾ എങ്ങനായിരിക്കണം വിവാഹാനന്തര കാര്യങ്ങളെന്നൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇന്നത്തെ ഈ വിവാഹപ്രായമൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രം ഓർത്താലും മതി. തുടക്കം 1599 സൂനകദോസ് കാനോനകളിൽ നിന്നാണ് എന്ന് മാത്രം ഓർത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. ഈ വിവാഹം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ പോരാ, ദേവാലയത്തിനുള്ളിൽ വെച്ച് നടത്തണം. അതിനൊരു രജിസ്റ്റർ സൂക്ഷിക്കണം. ആദ്യ സംഭവമാണത്. കടലാസിൻ്റെ ഉപയോഗം തന്നെ ഇവിടെ വളരെ പരിമിതമായിരുന്ന കാലഘട്ടം. പേനായും പെൻസിലും കൊണ്ടുവന്നത് പോർട്ടുഗീസുകാരാണ്. കടലാസ് ഇവിടെ ഉണ്ടായിരുന്നു.
അതിലെഴുതാൻ ശീലിപ്പിച്ചത്. അന്ന് വരെ ഈ തൂവലുകളൊക്കെ മുക്കി മഷിയിൽ കടക്കാമഷിയിലൊക്കെ മുക്കി എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പേനായും പെൻസിലും ഉപയോഗിച്ച് എഴുതുന്ന രീതി പരിചയപ്പെടുത്തിയത് പോർട്ടുഗീസുകാരാണ്. അതൊന്നും പലരും പറയില്ല, മിണ്ടില്ല എന്നുള്ളതാണ്. കാരണം പോർട്ടുഗീസുകാർ അവർ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, അവരിവിടെ വന്ന് ഈ മാറ്റങ്ങളൊക്കെ വരുത്തി എന്ന് പറയുന്നത് നമുക്കൊരു കുറവല്ലേ എന്നുള്ളതാണ്. അത് ക്രിസ്ത്യാനികളാണോ വിദേശികളാണോ ഇതെന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? അപ്പം തിന്നാൽ പോരെ എന്നാണ് നമുക്കൊരു മറുചോദ്യം ചോദിക്കാനുള്ളത് എന്നതാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു, വിവാഹത്തിന് രജിസ്റ്റർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രേഖയുണ്ടാകണം, തെളിവുണ്ടാകണം എന്നാണ്. ഞാൻ ഇവളെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എവിടെയെങ്കിലും ചെന്നൊരുത്തന് പറയാനൊക്കില്ല. ദാ തെളിവിരിക്കുന്നു എന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല, ഒരു രഹസ്യ ഏർപ്പാടല്ല. അത് പൊതുസമൂഹം മുഴുവൻ അറിയുന്നതാണ്. പള്ളിയിൽ 3 ദിവസം വിളിച്ചു ചൊല്ലണം എന്ന് പറഞ്ഞു. എന്തിനാണ്? പൊതുസമൂഹം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വകാര്യമായിട്ട് അത്ര ഇടപാടുകളൊന്നും നടത്താൻ സാധ്യമല്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും വെച്ച് ക്രൈസ്തവ ആചാരപ്രകാരം ഒരാൾക്ക് രണ്ടാമതൊരു വിവാഹം ആദ്യത്തെ ബന്ധം നിയമപരമായി വിച്ഛേദിച്ചിട്ടില്ല എങ്കിൽ നടത്താൻ കഴിയുമോ എന്നതാണ്. കഴിയില്ല. വളരെ സുഘടിതമായൊരു സംവിധാനമുണ്ട്. എവിടെ പോയി താമസിച്ചാലും അവിടുത്തെ വിവരം അറിയണം. ഇവിടെ കല്യാണം നടക്കണമെങ്കിൽ, അവിടെ കല്യാണം നടക്കണമെങ്കിൽ ഇവിടുത്തെ വിവരം അറിയണം എന്നതാണ്. ഇത്തരമൊരു സംവിധാനം ഇന്നിവിടെ നിലവിലുണ്ട്. നിസ്സാരമായ ഒരു കാര്യമല്ല എന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു തുടക്കം ദാ ഇവിടെ നിന്ന് കുറിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം പാടില്ല എന്ന വസ്തുത ശാസ്ത്രീയമാണ് എന്ന് നമുക്കറിയാം. അതാദ്യം ശാസ്ത്രം പുരോഗമിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഏതോ ഉൾക്കാഴ്ച കൊണ്ട് ഈ സൂനകദോസ് നമ്മളോട് പറയുന്നു, അടുത്ത ബന്ധമുള്ളവർ തമ്മിൽ വിവാഹം പാടില്ല എന്നതാണ്. ആ ക്രോസ് പോളിനേഷൻ്റെയും പാരലൽ പോളിനേഷൻ്റെയും ഒക്കെ കാര്യം, മെൻ്റൽ തിയറിയൊക്കെ എത്രയോ കാലം കഴിഞ്ഞാണ് സുഹൃത്തുക്കൾ ഇവിടെ വന്നത്. അതൊന്നും അറിയാതെ ഇതാ സൂനകദോസ് പറയുന്നു അത് പാടില്ല എന്നതാണ്. കാരണമൊക്കെ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ നമുക്കറിയാവുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും വിവാഹം കഴിക്കാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയാൻ പാടില്ല. ഇന്നുകൊണ്ട് കോ ലിവിങ് എന്ന് പറയുന്നൊരു കുന്ത്രാണ്ടം. അതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി വെള്ളം കുടിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മധുരം കഴിക്കും, പക്ഷേ പിന്നെ വെള്ളം വളരെയേറെ കുടിക്കും എന്നുള്ളതാണ്. ഉപ്പ് തിന്ന് വെള്ളം കുടിക്കുന്നത് പോലെയാണ്. അതൊക്കെ നമുക്ക് എത്രയോ കഥകൾ അറിയാം, അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ അന്നേ വിലക്കിയിരിക്കുന്നു, ആ പരിപാടി വേണ്ട, അത് നല്ലതിനല്ല എന്നാണ്. അതൊരു ഇറസ്പോൺസിബിൾ പേരൻഹുഡിൻ്റെ തുടക്കമാണ്. അങ്ങനൊന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യമാണ്. ഉത്തരവാദിത്വപൂർവകമായ മാതൃപിതൃത്വം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടാകണം എന്നാണ് സൂനകദോസ് അനുശാസിക്കുന്നത്. ആർക്കെങ്കിലും സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് ഓരോന്നിനോടും ചേർത്ത് ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, ഈ അനാചാരം ഇന്നിവിടെ എവിടെയെങ്കിലും നിലവിലുണ്ടോ എന്നാണ്. അത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. അതൊക്കെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു വസ്തുത കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കാര്യത്തിൽ സൂനകദോസ് ഒരു സംഭാവന ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുക? അന്ന് എവിടെയാണ് മലയാളം അത്ര കാര്യമായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നല്ല മലയാളമൊക്കെ നിലവിലുണ്ട്. മലയാളത്തിലുണ്ടായ നല്ല ശുദ്ധ മലയാള കവിത എന്ന് പറയുന്നത് 1450 ഉണ്ടാകുന്ന 15ാം ശതകത്തിൽ ഉണ്ടാകുന്ന കൃഷ്ണഗാഥയാണ്. അപ്പം അന്നേ നല്ല മലയാളമുണ്ട് എന്നുള്ളതാണ്. ഞാനത് ഉദ്ധരിക്കുന്നില്ല ഇവിടെ, എൻ്റെ ഉദാഹരണം ഒന്നും പറയുന്നില്ല. പക്ഷേ അത് കവിതയിലാണ്. ഗദ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ, ഗദ്യ സാഹിത്യം ഉണ്ടായിരുന്നില്ല. മലയാള സാഹിത്യത്തിൽ ഗദ്യശാഖയുടെ ഉദയം ഉണ്ടാകുന്നത് ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകളിലാണ്. ചരിത്രം കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ കോളേജിലും സർവകലാശാലയിലുമൊക്കെ 30ലധികം വർഷക്കാലം മലയാള സാഹിത്യവും സംസ്കാരവും പഠിപ്പിച്ച ഒരാളാണ്. അതിനു മുമ്പ് ഇവിടെ മലയാള ഗദ്യമില്ല എന്നുള്ളതാണ്. ചില രാമായണ ഗദ്യങ്ങളും ഭാരതഗദ്യങ്ങളും ഒക്കെ ഉണ്ട്, അത് മുഴുവൻ തമിഴ് മയമാണ്, മലയാളമില്ല എന്നതാണ്. ഉദയംപേരൂർ സൂനകദോസാണ് വാസ്തവത്തിൽ മലയാള ഗദ്യ സാഹിത്യ ശാഖയുടെ തുടക്കം കുറിക്കുന്നത്. കേരള ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ വലിയൊരു പൈതൃകമാണ്, ഒരവകാശവാദമാണത്. ഞങ്ങളാണിതിവിടെ ആവലംബിച്ചതെന്ന് പറയാൻ മലയാളത്തിൽ ആരെങ്കിലും ഇന്ന്
ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സമീപകാലത്തായിട്ട് ചിലർ മിഷണറി സാഹിത്യത്തിലൊക്കെ ഗവേഷണം നടത്തി അവരത് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അംഗീകരിക്കാൻ ഇപ്പോഴും വല്ലതും തയ്യാറായിട്ടില്ല. ഈ ഉദയംപേരൂർ സൂനകോസിൻ്റെ കാനോനുകൾ എഴുതപ്പെട്ടത് പോർട്ടുഗീസിലാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ സൂനകദോസിൽ അവതരിപ്പിക്കപ്പെട്ടത് പോർട്ടുഗീസ് കാനോനകളല്ല, മലയാളം കാനോനകളാണ്. മെനേസിസ് ചെയ്ത ഒരു കാര്യം, ഫാദർ റോസ് എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് വൈദികൻ്റെ നേതൃത്വത്തിൽ ഏതാനും വൈദികരുടെ ഒരു പരിഭാഷക സംഘത്തെ ഉദയംപേരൂരിൽ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തത്സമയ പരിഭാഷ, അവിടെ ഇരുന്നു കൊണ്ട് പരിഭാഷ ചെയ്ത ഈ കാനോനകളാണ് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ സൂനകോസിൽ പങ്കെടുത്തവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പിച്ചു പറയും. അത് ജോർണാഡോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് തീർത്ത് പറയുന്നത്. ചിലർ ഏതോ ഒരു യാക്കോബ് കത്തനാൻ്റെ തർജ്ജമയിലെന്നൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശുദ്ധ അബദ്ധമാണ്. ഈ ജോർണാഡോയുടെ പരിഭാഷ ഇവിടെ വന്ന് കിട്ടിയപ്പോൾ ഞാനും അത് വായിച്ചപ്പോഴാണ് എനിക്ക് വളരെ കൃത്യമായിട്ടത് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നാണ്. അവിടെ വെച്ച് പരിഭാഷ പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മലയാളത്തിന് വേണ്ടി ഇന്ന് മലയാളത്തിന് വേണ്ടിയുള്ള സംരക്ഷണ വേദികളൊക്കെ ധാരാളമുണ്ട്. മലയാളത്തിന് വേണ്ടി നവംബർ 1 എന്ന് പറയുന്ന കേരളപ്പിറവി ദിനം മാറ്റിവെച്ചിട്ടുണ്ട്. ആരാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിന് വേണ്ടി സംസാരിച്ചത്? ഇതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 7-ാം ദിവസത്തെ കാനോനുകളിൽ പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥനകളും നമസ്കാരങ്ങളും മലയാള ഭാഷയിൽ വേണം. ഒന്നുകൂടെ പറഞ്ഞു, ആർക്കും അറിയാത്ത സുറിയാനി ഭാഷയിൽ ആയിക്കൂടാ. അപ്പം മലയാളത്തിൽ വേണം പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാലേ, 1817 തോമസ് നോട്ടനാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ലിറ്റർജി അവതരിപ്പിച്ചത്, പ്രാർത്ഥന അവതരിപ്പിച്ചത്. 1963 മാത്രമാണ് കത്തോലിക്കർക്ക് ഇവിടെ മലയാളത്തിലുള്ള കുർബാനയൊക്കെ ഉണ്ടായത്. പാലക്കുന്നത്ത് അബ്രാഹം അൽബാൻ അതിനു മുമ്പ് തന്നെ അത് അവതരിപ്പിച്ചിരുന്നു. അപ്പം ഇത് എത്രയോ കാലം മുമ്പേ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല പറഞ്ഞത്, ആർച്ച് ബിഷപ്പിനോട് പറയണം സൂനകദോസ് മലയാളത്തിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ തയ്യാറാക്കി വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നാണ്. വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാത്ത സുറിയാനിയിൽ വന്നിരുന്ന് പിറുപിറുത്താൽ പോരെ വൈദികർ, അവർ മലയാളത്തിലുള്ള ഓത്ത് പഠിച്ചിരിക്കണം. മലയാളത്തിലുള്ള ഓത്ത് പഠിക്കാത്തവർക്ക് പട്ടം കൊടുക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയാള ഭാഷയ്ക്ക് വേണ്ടി ആദ്യം ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു മലയാളം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന ആളുകളുടെ ഒരു വികാരം കൂടിയാണ്. അതിനുവേണ്ടി ആദ്യമായി സംസാരിച്ചത് മലയാളിയല്ല, പോർട്ടുഗലിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനായ ആർച്ച് ബിഷപ്പാണ് എന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ, മലയാള സാഹിത്യത്തിലും മലയാള ഭാഷയുടെ ചരിത്രത്തിലും ഒരു നിർണായക സ്ഥാനമുണ്ട് ഉദയംപേരൂർ സൂനകദോസിന് എന്നാണ്. അവിടെ നിന്ന് ഒരു പ്രശ്നം നിങ്ങൾ അത് വായിച്ചു വരുമ്പോൾ കാണാം. ഈ പുതിയതായി മാർഗം കൂടുന്ന ആളുകളെ പറ്റി സൂനകദോസിൽ പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് അവരെയെല്ലാം തുല്യരായിട്ട് കാണണം എന്നാണ് പറഞ്ഞത്. തുല്യരായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ കീഴംശമൊന്നും ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും അന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് സൂനകദോസ് വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു, ഈ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു വരുന്ന ആളുകളെ അവർക്ക് പ്രത്യേക പള്ളികൾ ഉണ്ടാകുന്നത് വരെ പൊതു ദേവാലയങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കാൻ അനുവദിക്കണം. അപ്പോൾ ആ പ്രത്യേക ദേവാലയങ്ങൾ ഉണ്ടായി വരുന്നത് വരെ എന്ന് എടുത്തു പറഞ്ഞു. അതെന്തിനാണ് എന്ന് ഞാൻ ഒന്നുകൂടെ വീണ്ടും വായിച്ചു നോക്കി. അപ്പോൾ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഈ അധസ്ഥിത വിഭാഗത്തെയും ഉപരിവിഭാഗത്തെയും എല്ലാം തുല്യരാക്കിക്കൊണ്ട് രാജാവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നത് വരെ എന്നാണ്. അപ്പോൾ സാമൂഹിക ജീവിതത്തിൽ ഈ തുല്യത വരണമെങ്കിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഔപചാരികമായ വിളംബരങ്ങൾ, കൽപ്പനകൾ ഉണ്ടാകണം. എങ്കിലേ ജനങ്ങൾ അനുസരിക്കൂ. അത് ഉണ്ടായി വരുന്നത് വരെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ പ്രാദേശിക രാജാക്കളെ അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പോർട്ടുഗീസ് രാജാവിനോട് അവരുടെ മേലെ സമ്മർദ്ദം ചെലുത്തണം എന്നുകൂടി നമുക്ക് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം എവിടെ വരെ ചെന്നു എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള അപാകതകൾ പരിഹരിക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് ഒരു എളുപ്പ വഴി സൂനകദോസ് കണ്ടുപിടിക്കുന്നു.
പിന്നെ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പരിഹാരമായിട്ട് രാജാവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നതിന് പറയുന്നു. രാജാക്കന്മാർ അത്ര എളുപ്പത്തിൽ വഴങ്ങില്ല എന്നറിയാവുന്നത് കൊണ്ട് പോർട്ടുഗീസ് രാജാവിൻ്റെ ഒരു സമ്മർദ്ദം കൂടി അതിനുണ്ടാകണം. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഈ വിചിന്തനങ്ങൾ ഇനിയും ഏറെ കാര്യങ്ങൾ അതിനകത്ത് പറയാൻ കിടപ്പുണ്ട്. അത് പറയുന്നത് വാസ്തവത്തിൽ ഈ പോർട്ടുഗീസുകാരെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനജീവിതത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളെ പറ്റി കൂടി അറിഞ്ഞിട്ട് വേണം. അതുമായി ക്ലബ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ സൂനഗ്രോസിലെ. അപ്പോൾ പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 1498 മുതൽ 1599 വരെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ധാരാളം പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പോർട്ടുഗീസുകാർ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് കൃഷിയുടെ കാര്യത്തിൽ, വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ, കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഈ പ്രാചീന സൗധങ്ങളെപ്പറ്റി, കെട്ടിടങ്ങളെ പറ്റിയൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, 1498 മുമ്പ് ഇവിടെ കല്ല് വെട്ടിപ്പണിത ഏതെങ്കിലും ഒരു കെട്ടിടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രാജകൊട്ടാരമുണ്ടോ, ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ എന്നൊക്കെയാണ്. ആ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കല്ല് വെട്ടി എടുക്കുന്നതും തടി അറുത്തെടുക്കുന്നതുമായ ടെക്നോളജി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർട്ടുഗീസുകാരാണ്. അതിനു മുമ്പ് കല്ല് അടുക്കി വെക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പെരുമ്പാവൂരിലെ കല്ല് ക്ഷേത്രം എന്നൊക്കെ പറയുന്നതൊക്കെ കല്ലുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. വെട്ടിയെടുത്ത് നല്ല സമനിരപ്പോടുകൂടി പണിതിരിക്കുന്നതല്ല എന്നതാണ്. അതുപോലെ തടി അറുത്ത് ഇങ്ങനെ ഇന്നത്തെ പണി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമയം കഴിയുന്ന ഇനി 15 മിനിറ്റ് ചോദ്യോത്തരത്തിന് തരേണ്ടതാണ്. എങ്കിലൊരു വെറുതെ ഒരു വിഹക വീക്ഷണം എന്നുള്ള നിലയിൽ ഈ കൃഷിയുടെ മേഖലയിലെ മരച്ചീനിയും കശുമാവും ഒക്കെ ഇവിടെ കൊണ്ടുവന്നവരാണെന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കൈതച്ചക്കയും ആത്തയും കടപ്പളാവും പുതിയ മാവിനങ്ങളും പേരയും ചാമ്പയും പപ്പയും കാബേജ് ചൂളമരം മുള്ളില്ല മുരിക്കെ തുടങ്ങി വറ്റൽമുളകും പുകയിലയും വരെ കൊണ്ടുവന്നത് ഇനി ബാക്കി ഞാൻ പറയുന്നില്ല. മേശ, കസേര, അലമാര എല്ലാം പോർട്ടുഗീസ് പദങ്ങളാണ്. മേശ, കസേര, അലമാര, സ്റ്റൂള്, ബെഞ്ച്, വസി, പിലീസ, കോപ്പ ഇതൊക്കെ അവരാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പിഞ്ഞാണമൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളെ കസേരയിട്ട് ബെഞ്ചിൽ അല്ലെങ്കിൽ ഡെസ്കിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് പോർട്ടുഗീസുകാരാണ്. കസേരയിൽ ഇരുത്തി, മേശയിൽ ഇരുത്തി, ബെഞ്ചിൽ ഇരുത്തി, റൊട്ടി, കോട്ടെ, കമ്മീസെ, കുളസം, കൈലേസെ, തൂവാല ഇതൊക്കെ പോർട്ടുഗീസ് പദങ്ങളാണ്. വസ്ത്രം ധരിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ നസ്രാണി സ്ത്രീകളെ വസ്ത്രം ധരിപ്പിച്ച കാര്യം കൂടി ഓർത്തേക്കുക. റൊട്ടി, ബിസ്ക്കറ്റ്, കേക്ക് ഇതൊക്കെ പോർട്ടുഗീസാണ്. ബേക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ടല്ലോ, അത് പോർട്ടുഗീസുകാർ കൊണ്ടുവന്നതാണ്. കൊടിലെ, റാന്തല്, ചിന്തേരെ, അലവാങ്കെ, ബ്രഹ്മ, വിജാഗിരി ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വന്നതാണ്. അതിൽ ബ്രഹ്മ മാത്രമാണ് ഇപ്പം നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത്. പിന്നെ പാരയും, ആ 2 സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ മേഖലകളിലാണ്. അപ്പോൾ വിജാഗിരി പോർട്ടുഗീസാണ്, വിനാഗിരിയും പോർട്ടുഗീസാണ്. പേനയും കടലാസും, റബേക്കെ, താമ്പാളെ, പിത്താക്കെ, വാര, റാത്തലെ. പിന്നെ ഈ റോമൻ മാതൃകാ രീതിയിലുള്ള ദേവാലയ നിർമ്മിതി, കപ്പേളകൾ, പ്രതിമകൾ, ദേവാലയങ്ങളിലെ ചിത്രങ്ങൾ, കുരിശ് രൂപം, അതുവരെ ഉണ്ടായിരുന്ന കുരിശ് വേറെയാണ്. അതൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുതിയതായിട്ട് പരിചയപ്പെടുത്തി. കാശുരൂപം, കൊന്ത, വെന്തിങ്ങ, ലേലവും ഷോഡതിയും. ഇപ്പോൾ ബാക്കിക്കുറിയുടെ കാര്യം ഇന്ന് 28% GST വന്നതുകൊണ്ട് സർക്കാരിനാണ് ക്ഷീണമെന്ന് പറഞ്ഞു. ആ ഷോഡതി ഇവിടെ ആദ്യം പരിചയപ്പെടുത്തിയത് ഈ കക്ഷികളാണത്രേ. പിന്നെ വസ്ത്രം ഇസ്തിരി ഇടൽ, അയണിങ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ അയണിങ്. വസ്ത്രം നന്നായി ധരിച്ചാൽ പോരാ, നന്നായിട്ട് അന്ന് സ്റ്റാർച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടായിരുന്നിരിക്കാം. ഇസ്തിരി ഇട്ട് ഉപയോഗിക്കണം എന്നാണ് അവർ പഠിപ്പിച്ചത്. വെറുതെ അല്ല. ഈ വാസ്കോഡിഗാമ ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോഴേ പാവപ്പെട്ട ആളുകളിങ്ങനെ ഈ കോണവും ധരിച്ച് വന്നവരെല്ലാം നോക്കിയേച്ചേ, ഓ ദേവനാണല്ലോ വന്നിരിക്കുന്നത് എന്നാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കും. ഈ വസ്ത്രധാരണവും ഈ നിറവും എല്ലാം കൂടെ കണ്ടപ്പോഴേക്കും അവരങ്ങോട്ട് കീഴടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതൊക്കെ കേട്ടവർ.
പിന്നെ തുകൽ ഓറക്കിടലും അവരുടേതാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയോട് ചേർന്ന് പള്ളിമുറി പണിയണമെന്നും അവിടെ വൈദികൻ താമസിക്കണമെന്നുമുള്ള, അതുവരെ വൈദികർ വീടുകളിലാണ് താമസിച്ചിരുന്നത്. അത് പറ്റില്ല, പള്ളിയോട് ചേർന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വികാരിമാരെ നിയമിക്കുന്ന സമ്പ്രദായം, വികാരി എന്ന വാക്കും പോർട്ടുഗീസാണ്. പിന്നെ സെമിനാരികൾ കൊണ്ടുവന്നത് വൈദിക ശിക്ഷണത്തിന് വേണ്ടി. ആദ്യം വൈദിക ശിക്ഷണമാണ്. നല്ല വൈദികരുണ്ടായാൽ നല്ല അൽമായരുണ്ടായും. സോനോസിൻ്റെ കാനോനുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീടാകാം, ചർച്ചയിലാകാം. അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ, എൻ്റെ ഈ പ്രബന്ധ അവതരണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു സന്ദേശകാവ്യമാണ് എൻ്റെ നാടായ കടുത്തുരുത്തിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയുടെ കഥ. അക്കാലത്തെ കെട്ടിടങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഓലക്കെട്ടുകളാണ് കൊട്ടാരങ്ങളൊക്കെ. പക്ഷേ കവി വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ ചന്ദ്രനോട് മുട്ടുന്ന പിന്നെ കെട്ടിടങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെൺകളിയൊക്കെ ഉള്ളത് എന്നൊക്കെ ഉള്ള വിവരണങ്ങൾ കാണും. അതെല്ലാം നമ്മൾ ലിറ്ററൽ മീനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും. മഹാഭാരതത്തിലെ, ഞാൻ ഈ ഒരു വസ്തുത പറയാം, ഈ പറഞ്ഞതിൻ്റെ ഒരു തുടം. മഹാഭാരതത്തിലെ കേരളത്തെപ്പറ്റി പറയുന്ന കാലം അർജുനൻ്റെ പിന്നെ ഈ അശ്വമേധത്തിന് വേണ്ടിയുള്ള തുടക്കം യാത്രയുണ്ടല്ലോ, അതിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തെപ്പറ്റി ഒരു പരാമർശമുണ്ട്. പ്രായേണ കേരളാൻ വനവാസിനഹ എന്നാണ്. കേരളാൻ എന്നാണോ ചേരളാൻ എന്നാണോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ചേരളാൻ പിന്നീട് കേരളനാക്കിയതാണ്. അപ്പോൾ പ്രായേണ കേരളാൻ വനവാസിനഹ, കേരളീയർ പൊതുവെ വനത്തിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ നഗരങ്ങളുടെ കാര്യത്തെപ്പറ്റി ഒരു പരാമർശം അന്ന് വരുന്നു. 1716 അർണോസ് മാതിരി എന്ന് പറയുന്ന ജർമ്മൻ മിഷണറി പാരീസിലെ അദ്ദേഹത്തിൻ്റെ ഒരു സഭാ ആസ്ഥാനത്തേക്ക് എഴുതിയ കത്തിനകത്ത് പറയുന്ന ഒരു കാര്യം, 1716 കാലം കൂടെ ഓർക്കണം. അദ്ദേഹം പറയുന്നത് കേരളീയർ പൊതുവെ ഈ കാട്ടിൽ താമസിക്കുന്നവരാണ് എന്നാണ്. കേരളീയർ പൊതുവെ കാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ മരങ്ങൾ ഇടിതിങ്ങി നിൽക്കുകയാണ്, അതിനിടയിലാണ് ഈ ജനങ്ങൾ താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സമീപകാലത്ത് തന്നെ 1721 മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരം തീ പിടിച്ചു പോയതിനെപ്പറ്റി ഒരു ചരിത്ര പരാമർശമുണ്ട്. വെറും മരം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തീ പിടിച്ച് കത്തി തീർന്നു പോയത്. കൊച്ചി രാജാവിൻ്റെ തൃശ്ശൂരുണ്ടായിരുന്ന കെട്ടിടത്തെപ്പറ്റി വിവരണമുണ്ട്. എന്താണ്, 2-3 നിലകളായിട്ട് ഓല കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ കൊട്ടാരമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പഴയ വാസ്തുവിദ്യയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തുമായിരുന്നല്ലോ എന്നുകൂടി നമ്മൾ ഓർക്കണം. പിന്നെ വേറൊന്ന്, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പിന്നെ മെനേസീസിൻ്റെ സഞ്ചാരമില്ലേ, എൻ്റെ ജന്മസ്ഥലമായ കുറവിലങ്ങാട്ട് പള്ളിയിലും അദ്ദേഹം വന്നിരുന്നു. അത് ജോർണാഡോയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, മെത്രാപ്പൊലീത്ത പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പള്ളി പൊതുവെ ഈ പനമ്പുകൾ കൊണ്ട് പരമ്പുമൊക്കെ വെച്ച് മറച്ചിട്ടുള്ള വെളിച്ചം പൊതുവെ കുറഞ്ഞ ഒരു കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നതറിഞ്ഞുകൊണ്ട് സമീപ പ്രദേശത്തുള്ള കാടുകളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അവരുടെ പരമ്പരാഗത വാദ്യോപകരണങ്ങളുമൊക്കെ ആയി വന്ന് മെത്രാപ്പൊലീത്തായുടെ മുമ്പിൽ ആടുകയും പാടുകയും ഒക്കെ വാദ്യോപകരണങ്ങൾ മീട്ടുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1809 ഇത് 1599 ഓർക്കണം. 1809 ക്ലോഡിയസ് ബുക്കാനൻ എന്ന് പറയുന്ന പിന്നെ ആംഗ്ലിക്കൻ മിഷണറി കോട്ടയത്ത് വന്നു. കോട്ടയത്ത് നിന്ന് അദ്ദേഹം മണർകാട് പള്ളിയിലേക്ക് പോയി. ആ മണർകാട് പള്ളിയിലേക്ക് പോയതിനെപ്പറ്റി അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. മണർകാട് പള്ളി പിന്നെ കോട്ടയത്ത് നിന്ന് 1 മണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന ദൂരത്തിലാണ്. അതൊരു കാട്ടിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഇവിടെ ധാരാളം കിടപ്പുണ്ട്. എന്തിയെ തമിഴ്നാട്ടിലേതുപോലെ വലിയ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായില്ല, തമിഴ്നാട്ടിലെ പോലെ വലിയ കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായില്ല. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ ആ ദയനീയ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ആകെ ഇവിടെ ഒരു രാജാവ് എന്ന് പറയുന്നത് ഉണ്ടായത് എനിക്ക് തോന്നണത് ഒരു മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യക്ക് ആണായിട്ട് ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ, അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പരാമർശം കൂടി.